ഹായ് നോക്കൂ, ഈ ഇരിക്കുന്നത് വിക്കിയാണോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? നോക്കിയേ വിക്കി മോൻ, ദാ ഇവിടെ ഒരു വിക്കിയുണ്ട്. വിക്കി കുമ്പിടിയുടെ വേഷം എന്ന് കെട്ടി. രണ്ടു പിള്ളേരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. രണ്ടുപേരുണ്ട്. വിക്കിയെന്ന് മനസ്സിലാക്കണമെങ്കിൽ മാമൻ്റെ അടുത്ത് വരുന്നവരാണ് വിക്കി. ദാ നോക്കാം, ഇതാണ് നമ്മുടെ ഒറിജിനൽ വിക്കി കേട്ടോ. ഓരോ പ്രായത്തിൽ വളർന്നു വരുന്ന നമ്മുടെ വിക്കിയും അതുപോലെ വിക്കിയിലെ കൂടെ ഉള്ള ഒരു സുന്ദര കുട്ടനും. ഇതാ നോക്കിയേ, രണ്ടുപേരും ഓരോ കളറിട്ട്. അതുപോലെ തന്നെ വിക്കിയുടെ ഫാമിലിയായ വലിയ വീട്ടിലെ മുത്തശ്ശിയെ നമുക്കിവിടെ കാണാം. വലിയ വീട്ടിലെന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൻ്റെ പേരാണ് കേട്ടോ. ഇതാ അവിടെ ഒരു കടയുണ്ട്, അതിൻ്റെ ബാക്കിൽ തോണ്ടിക്കുഴിച്ച് വീടുണ്ടാക്കിയ മുത്തശ്ശിയാണ്. അവിടെ ജനിച്ച മക്കളാണ് ദാ വിക്കി. അങ്ങനെ വിക്കിയുടെ അമ്മ ആരെന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നില്ല. എന്തായാലും ആ മുത്തശ്ശിയെ നമുക്കറിയാം, വിക്കിയെ നമുക്കറിയാം. വിക്കിയുടെ കൂടെയുള്ള ഒരു കുഞ്ഞ് സുന്ദരനെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വിക്കിയുടെ വീട്ടിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കുറേ പുല്ലുകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, തണലുണ്ട്, വെള്ളം കുടിക്കാൻ പൈപ്പുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്ഥലത്താണ് ഈ മുത്തശ്ശി, ആ നടന്നു പോണ മുത്തശ്ശിയെ അന്നൊരു വീടുണ്ടാക്കിയത്. ആ വീട്ടിൻ്റെ ചെറിയൊരു ഭാഗം ഞാനിവിടെ കാണിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ തങ്കക്കുടം ദാ എന്നെ വിട്ടുമാറാതെ അങ്ങനെ സ്നേഹിച്ചടുത്ത് നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് ആ മുത്തശ്ശി ആരാന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് നടന്നു പോയത്. അതുപോലെ തന്നെ നമ്മുടെ വിക്കിമോൻ ദാ അവൻ നല്ല സ്നേഹമാണ് മാമനോട്. എന്നോട് കൂട്ടുകൂടി ഇരിക്കുന്ന വിക്കിയെ ദാ ആ മുത്തശ്ശി അവിടെ ഇരുന്നുകൊണ്ട് നോക്കി വിളിക്കുന്നുണ്ട് അവനെ. അവൻ്റെ സ്നേഹവും നോട്ടവും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഇഷ്ടം തോന്നും. അങ്ങനെ ഒരു പാവം പിടിച്ച ഒരു സ്വഭാവ രീതിയുള്ള ചെറുക്കനാണ്. അതുപോലെ തന്നെ അവൻ്റെ മുത്തശ്ശി അവനെ നോക്കുന്നുണ്ട്. ചെറുക്കൻ രാവിലെ ഒന്നും കഴിച്ചില്ല. അവരെ വീടിൻ്റെ ഫ്രണ്ടാണ് നമ്മളീ കാണുന്നത്, അവരെ മുറ്റമാണ് ഈ കാണുന്നത്. അത്ര മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിക്കിയുടെ വീടും പരിസരവും വളരെ മനോഹരമാണ് കാണാൻ തന്നെ. അവിടെ കുറേ ചെടികളും അതുപോലെ ബോഹമില്ല കടലാസ് ചെടികളും അതുപോലെ നല്ല പുല്ലുകളൊക്കെ മേഞ്ഞ ഒരിടം തന്നെയാണ് അവർ താമസിക്കുന്നത്. നല്ല സുരക്ഷ കിട്ടുന്ന വീടും അവർക്കുണ്ട്. ഇതാ അവരുടെ വീട്ടിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ആ മുത്തശ്ശി അമ്മ അതോ അങ്ങോട്ട് പോയിരിക്കുന്നുണ്ടോ? അവർക്ക് കുടിക്കാൻ ഇവിടെ പൈപ്പിന് വെള്ളമുണ്ട്. ഇതാ ആ ഒരു കുഴിഭാഗങ്ങൾ കണ്ടോ, അവിടെയാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ സുരക്ഷയായുള്ളൊരു ജീവിതം തന്നെയാണ് ഇവിടെ അവർ നയിച്ചു കൊണ്ട് പോകുന്നത് കേട്ടോ, ആരും പേടിക്കാതെ. ഇവനാണെങ്കിലോ എവിടെയും പോകാതെ വീട്ടിൻ്റെ പരിസരം ചുറ്റിക്കറങ്ങി നടന്ന് ഒരു ദിവസം കഴിഞ്ഞു പോകുന്ന ചെറുക്കനും. എൻ്റെ ബലമായ സംശയം വിക്കിയുടെ അമ്മ ദാ ആ കാണുന്ന ചേച്ചിയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദാ വിക്കി നോക്കുന്ന കണ്ടോ, അത് അമ്മ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. നേരത്തെ കണ്ട മുത്തശ്ശിയുടെ മകളാണ് ആ ചേച്ചി. ആ ചേച്ചിയുടെ മോനാണ് നമ്മുടെ വിക്കി എന്നാണ് മാമൻ്റെ സംശയം. അവരെ വീടായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ വെള്ളം കുടിക്കുന്ന ചേച്ചി മാമൻ്റെ സംശയമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ വിക്കി ദാ വെള്ളം കുടിക്കുന്ന അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതുപോലെ ആ മുത്തശ്ശി തൊട്ടടുത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഫാമിലി തന്നെയാണ്. ആ മുത്തശ്ശിയുടെ മോളാണ് ഈ വെള്ളം കുടിക്കുന്നത്. ഒരു തരം, 2 തരം, 3 തരം ഉറപ്പിച്ചു. അവരുടെ ഫാമിലി ഇങ്ങനെയാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഇതാ അല്ലാന്നുണ്ടെങ്കിലേ അവരെ വീട്ടിൻ്റെ ഭാഗത്തൊന്നും ഇതുപോലെ വന്ന് കറങ്ങി നിൽക്കാൻ സമ്മതിക്കില്ല അല്ലേ. നല്ല ഫാമിലിയും നല്ല മക്കളും കണ്ടാൽ തന്നെ ആർക്കും പെട്ടെന്ന് ഇഷ്ടം തോന്നും. ദാ ആ മുത്തശ്ശിയമ്മ എത്രയോ പാവം പിടിച്ച മുഖം തന്നെയാണ് ആ മുത്തശ്ശിയമ്മയ്ക്കുള്ളത്. അതുപോലെ പേരക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും സ്നേഹത്തിൻ്റെ നല്ല നന്മയുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ ഫാമിലിയെ മനസ്സിലാക്കാൻ ഒരുപാട് മാമൻ ബുദ്ധിമുട്ടി. എന്നാലും അവരുടെ ഫാമിലി ഇതൊക്കെയാണെന്ന് വിശ്വസിച്ചു കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ വിക്കി അവൻ്റെ പഴയ സ്ഥലമായ ആ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെറുക്കൻ കുറച്ച് പിണക്കത്തിലേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.